പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പത്തനംതിട്ടയിലെ എൻ്റെ തറവാട്ട് വീട്ടിലാണ്. അപ്പോൾ സാധാരണ ഞാൻ ഗുരുവായൂരാണ്. അപ്പോൾ ഗുരുവായൂരിൽ ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് അതിനുശേഷം ഇന്നത്തെ വിഷു കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ വിഷുവിനെ കുറിച്ച് ഒരു പണ്ടത്തെ വിഷുവും ഇന്നത്തെ വിഷുവും തമ്മിലുള്ള ഒരു താരതമ്യം ഞാൻ ഒരല്പം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് ഭയങ്കര ആഘോഷങ്ങൾ നടന്നിട്ട് ഒരു 60 വർഷം മുമ്പ്, എനിക്ക് പറയുകയാണെങ്കിൽ അന്ന് ഒരു 10-12 വയസ്സ് ഉള്ള ഒരു കാലമാണ്. ഏകദേശം 60 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ വിഷു എന്ന് പറയുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം ഓടിച്ചാടി നടന്ന് അവർക്ക് വിഷ്കൈ നീട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓട്ടവും പാച്ചിലുമാണ്. കിട്ടുന്നത് എത്ര? 10 പൈസയായിരിക്കും ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നിരുന്നാലും ആ 10 പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എല്ലാ വീടുകളിലും നമുക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ നമ്മൾ കയറി ഇറങ്ങി പോകുന്ന ഒരു കാലമായിരുന്നു. അത് മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്നറിയാം. ചിലപ്പോൾ പപ്പടം മേടിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ എല്ലാവർക്കും കൂടെ കിട്ടിയത് ജ്യൂസ് കൂട്ടി വെച്ചിട്ട് പപ്പടം മേടിച്ച് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലായിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ നാണക്കേട് തോന്നി, ഇത് എന്തിനാണ് പറയുന്നതെന്ന്. പക്ഷേ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. ഇന്ന് അതിൽ നിന്നെല്ലാം നേരെ വിപരീതമായിട്ട് ഇഷ്കന്നിട്ട് ആർക്കും വേണ്ടാത്ത മാതിരിയിലാണ്. എത്ര കൊടുത്താലും അവർക്ക് ആർക്കും വേണ്ടത്, അതിനൊന്നും ഒരു വിലയില്ലാത്ത പോലെ. അതുപോലെ തന്നെ രാവിലെ ഒന്ന് എഴുന്നേൽക്കാനോ കണി കാണാനോ ഒന്നിനും ആർക്കും താല്പര്യമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് വന്നിരിക്കുന്നു. ഇവിടെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഞങ്ങളുടെ അവിടെ ഗുരുവായൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങൾ അതിൻ്റേതായ ഉൾക്കൊണ്ടുകൊണ്ട് അവർ സന്തോഷപൂർവ്വം എണ്ണീറ്റ് വന്ന് വിഷുക്കണി കാണുക, നമ്മൾ കണ്ണ് പൊത്തി കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളെ വിഷുക്കണി കാണിക്കുക എന്നൊരു പരിപാടിയുണ്ട്. അത് അവിടെ ഉണ്ട്. പക്ഷേ ഇന്നെനിക്കൊരു വിഷമമായി. ഇവിടുത്തെ വിഷു ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആണ് ഇവിടെ ആഘോഷിച്ചിരിക്കുന്നത്. അതിന് ശേഷം വന്നൊരു വിഷുവാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലുള്ള സന്തോഷം എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം ഈ കുഞ്ഞുങ്ങളെ അവർക്ക് ആർക്കും ഇത് കാണാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടുള്ള വിഷമമാണ്. അങ്ങനെ ഒരു വീട് 2 വീട് 3ാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് സംതൃപ്തിയായി. കാരണം നിലവിളക്കൊക്കെ നല്ല രീതിയിൽ കത്തി കൃഷ്ണൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി. എൻ്റെ മനസ്സിലെ വിഷമം അതോട് കൂടിയിട്ട് മാറി. അതാണ് ഇന്നത്തെ വിഷുവിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മളെല്ലാവരും നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളെല്ലാം അതിൻ്റേതായ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ആഘോഷിക്കണം എന്ന് തന്നെയാണ്. വെറുതെ ഒന്നുമല്ല, വിളവുകളുടെ ഒരു കൂട്ടായ്മ, അതുപോലെ തന്നെ വിളവുകൾ സംഭരിച്ച് വയ്ക്കുന്ന ഒരു വർഷത്തെ വിളവുകൾ സംഭരിച്ച് വെച്ചിരുന്നിട്ട് അത് കൂട്ടിയിട്ടിട്ട് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നടത്തുന്ന ഒരു സംരംഭമാണ്. അതിനെയാണ് നമ്മൾ ഈ വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം അത് നമ്മൾ കുഞ്ഞു തലമുറയായാലും വലിയ തലമുറയായാലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷം ഒരു ദിവസം അത് നമ്മൾ ആഘോഷിക്കണം എന്നതാണ് സന്തോഷപൂർവ്വം എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വിഷു ആശംസകൾ.